അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഐറ്റം സ്രാവിട്ട മുരിങ്ങയില തോരനാണ്. അപ്പോൾ ഞാൻ സ്രാവ് വൃത്തിയാക്കുന്ന കാര്യം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടപ്പോൾ കാണിച്ചിരുന്നുണ്ടായിരുന്നു. ആദ്യം നമുക്ക് ഈ സ്രാവ് വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ സ്രാവ് വൃത്തിയാക്കുന്നതിന് പ്രത്യേകിച്ച് വലിയ പണികളൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇതിനകത്ത് കത്തിയോ മറ്റൊന്നും യാതൊരു ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കുകയാണ്. തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഇത് വെച്ചിരിക്കണം. തിളച്ച വെള്ളം ഒഴിച്ചു നമ്മളൊരു 5 മിനിറ്റ് വെച്ചിരുന്നിട്ട് ഇത് വൃത്തിയാക്കുന്ന രീതി കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് വൃത്തിയാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. ഇതുണ്ടോ, ഈ തിളച്ച വെള്ളത്തിരിക്കുകയാണ്. നമുക്ക് കത്തിയുടെ ആവശ്യമൊന്നുമില്ല. ഇത് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചെറുതായിട്ടാക്കി കൊടുത്താൽ ഇതിൻ്റെ ഈ അഴുക്കെല്ലാം പോകും. ഈ വെള്ളം നമുക്ക് മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൈ പുള്ളി പോകും. ഈ വെള്ളം മാറ്റിയിട്ട് നമുക്ക് പച്ചവെള്ളത്തിട്ട് വൃത്തിയാക്കി കാണിക്കാം. അപ്പോൾ അതേ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു ഇതൊന്ന് വൃത്തിയാക്കി കാണിച്ചു തരാം. ഇനി ഇത് പച്ചവെള്ളം ഒഴിച്ചിട്ടൊക്കെയാണല്ലോ. ഇനി ഇതിൻ്റെ കുടല് കളയാനും പാടില്ല, തൊട്ടാൽ മതി ഇങ്ങനെ വിണ്ട് വന്നോളും. ഇതുണ്ടോ, ഇതിങ്ങനെ വിണ്ടങ്ങ് വന്നോളും. അതിൻ്റെ വേസ്റ്റ് എല്ലാം ഉൾപ്പെടെ ഇങ്ങനെ പോന്നോളും. ഈ അരഭാഗം എല്ലാം ഇങ്ങനെ തേച്ച് വിട്ടാൽ മതിയാവും. ഇതുണ്ടോ, നല്ല വൃത്തിയാക്കി കഴുകി നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം ഇനി കളഞ്ഞിട്ട്, വെള്ളത്തിൻ്റെ ആവശ്യം ഇനിയില്ല, നന്നായിട്ട് അല്ലെങ്കിൽ ഒരു വെള്ളത്തിലൂടെ കഴുകിക്കോളൂ, കുഴപ്പമില്ല. ഇത് കളഞ്ഞിട്ട് നമുക്ക് ഒരു വെള്ളത്തിലൂടെ ഒന്ന് കഴുകി വെക്കാം അല്ലേ. അപ്പോൾ ഈ വെള്ളം കളഞ്ഞിട്ട് ഒരു വെള്ളത്തിലൂടെ എടുക്കാം. അപ്പോൾ ഇതൊന്നുമില്ല, ഇതിങ്ങനെ ചുമ്മാ ഇങ്ങനെ കൈ കൊണ്ട് പിച്ചി എടുക്കാൻ സാധിക്കും. അപ്പോൾ അതുപോലെ വൃത്തിയാക്കിയിട്ട് ഇതതുപോലെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത് പിച്ചിയെടുത്ത സാധനമാണ്. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് പിച്ചിയെടുത്തതാണിത്. അപ്പോൾ ഇത് മുരിങ്ങയിലേൻ്റെ മേലെ പിച്ചിയെടുത്ത് വെച്ചേക്കുക. അതിന് വേണ്ടിയിട്ടുള്ള നമുക്കതിൻ്റെ അരപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ വേണം, ഇഞ്ചി, കൊച്ചുള്ളി, കുരുമുളക് ഒരു 4-5 എണ്ണം വേണം, പച്ചമുളക് വേണം, 5-6 വെളുത്തുള്ളി വേണം. പിന്നെ അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി വേണം, കടുക് തളിക്കുന്നതിന് ആവശ്യമായ എണ്ണ, കറിവേപ്പില, കടുക്, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതിങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഈ തോരനാകുന്നതിന്. വളരെ പെട്ടെന്ന് തോരനാക്കി മാറ്റാം. അപ്പോൾ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുക്കുന്നതിന് നമുക്കിതിനകത്തേക്ക് ഒരു 1/2 മുതൽ ഇത്രയും 3/4 ടീസ്പൂൺ മുളക് പൊടി മതിയാവും, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും മതി. ഇതൊന്ന് നന്നായിട്ട് തോരത്തിൻ്റെ അതേ ചതച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം നന്നായിട്ട് ചതച്ചിട്ട് നമ്മൾ തോരത്തിൻ്റെ അതേ ചതച്ചാൽ മതി കേട്ടോ, കൂടുതൽ ചതഞ്ഞു പോകണ്ട. നമ്മൾ ഇതിനകത്ത് നേരെ നീക്കിയിട്ടിട്ട് നമ്മളിതുവരെ ഇത് അടുപ്പി വെച്ചിട്ടില്ല. ഇത് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കും. ഈ ഇലയും ഈ അരപ്പും നമ്മുടെ സ്രാവുമായിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, അവരവരുടെ ആവശ്യത്തിനാണ് ഉപ്പിട്ട് കൊടുക്കേണ്ടത്. ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ടിടാമല്ലോ, കൂട്ടിച്ച് കളയണ്ട. അപ്പോൾ നമുക്കിത് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കടുക് പൊട്ടിച്ചു 5 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. തോരൻ റെഡിയാവും. നല്ല ഹെൽത്തി ആയിട്ടൊരു തോരനാവും, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്കിനി ഇത് കടുക് താളിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചട്ടി ചൂടാവാൻ വെച്ചിരുന്നു. ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില തോരന എണ്ണ ചൂടായി വരുന്നുണ്ട്. ചൂടാവട്ടെ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനേക്ക് കടുക് ഇട്ട് കൊടുക്കുക. ഇത് വളരെ പെട്ടെന്ന് റെഡിയാവുന്നൊരു തോരനാട്ടോ. കടുക് നന്നായിട്ട് പൊട്ടട്ടെ. കടുക് പൊട്ടി കറിവേപ്പില ഇട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചത് മുരിങ്ങയില ഇതിനകത്തോട്ടിട്ടു. ഇതെല്ലാം കൂടി ഒരു 10 മിനിറ്റ് തീരും. ഉപ്പെല്ലാം ഇട്ട് കുഴച്ചിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് ഉപ്പ് നോക്കുക. ഉപ്പ് വേണ്ടുന്നവർ ഉപ്പിട്ട് കൊടുക്കുക. പിന്നീട് എരിവ് മതിയാവും. നമ്മൾ കുരുമുളകും മുളക് പൊടിയും
പച്ചമുളകും ഇതിനകത്ത് ചേരുന്നത് കൊണ്ട് തോരത്തിന് ആവശ്യമായ എരിവ് കിട്ടും. അതിനപ്പുറത്ത് എരിവ് വേണ്ടി വരത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് നമുക്ക് തീ കുറച്ചും കൂട്ടിയും കൊടുക്കുക കേട്ടോ. കരിയാതെ, എങ്ങനെയായാലും കരിയാതെ എടുത്താൽ മതി. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് വാങ്ങി ഒരു പാത്രത്തിലോട്ട് എടുക്കാം. പാത്രത്തിലോട്ട് എടുത്തിട്ട് നമുക്കിനി ഇത് കാണിക്കാം കേട്ടോ.